ഇടതുപക്ഷത്തിന്റെ ധാർഷ്ട്യത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയമെന്ന് മാണി സി കാപ്പൻ എം.എൽ.എ. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമെന്നും എം.എൽ.എ. പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ജനം വിധിയെഴുതാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൽ ഉറപ്പാണ് ഈ വിജയം. ഭരണകക്ഷി തന്നെ പറഞ്ഞിരുന്നല്ലോ, ഇത് അവരുടെ ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഈ നിലമ്പൂരിലെ ഇത്ര ഉജ്ജ്വലമായ ഒരു വിജയം. ഞാൻ സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയാറില്ല. ഞാൻ കഴിഞ്ഞ ഒരു 7 ദിവസത്തോളം 16-ാം തീയതി വരെ നിലമ്പൂരിലുണ്ടായിരുന്നു. നമ്മൾ പോയി കാണുന്ന CIT തൊഴിലാളിയോട് പോലും ചോദിച്ചാൽ മുഖത്തൊരു നിസ്സംഗതയാണ്. അതായത് ഇനിയൊരു പ്രാവശ്യം കൂടെ ഈ ഭരണം വന്നാൽ CPM ഇല്ലാതായി പോകുമെന്ന് പറയുന്ന സ്ഥിതി വരെ ആ CPM-കാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പം ജനം, അവരുടെ ആളുകൾ പോലും ഇതിനെ വെറുത്തു എന്നൊരു സത്യമാണ്. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ്. 2026 UDF അധികാരത്തിൽ വരും എന്നതിന് യാതൊരു സംശയമില്ല. ഈ വൻ വിജയം ഒരിക്കൽ കൂടി ഞാൻ പറയാം, കോൺഗ്രസും ലീഗും മറ്റ് ഘടകകക്ഷികൾ ജോസഫ് ഗ്രൂപ്പും KDP-യും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ മുഴുവൻ ഉള്ള മുഴുവൻ കക്ഷികളുടെ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഹൗസ് കമ്മിറ്റികളിലേക്ക് എത്തുകയായിരുന്നു. വലിയ പൊതുയോഗങ്ങളൊന്നും നടന്നില്ല. ആകെ കൂടി പ്രിയങ്ക ഗാന്ധി വന്ന 2 ഉജ്ജ്വലമായ മീറ്റിങ്ങുകൾ നടന്നത് 2 സ്ഥലത്ത് ഒരു ദിവസം. ഒരിടത്ത് 4 മണിക്കും ഒരിടത്ത് 7 മണിക്കും. ഈ 2 മീറ്റിങ്ങുകൾ മാത്രമേ പബ്ലിക് മീറ്റിങ്ങുകൾ പറഞ്ഞാൽ അവിടെ നടന്നിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഈ ഹൗസ് കമ്മിറ്റികൾ മാത്രമല്ല. ഹൗസ് കമ്മിറ്റികളിൽ നമ്മൾ കാണുമ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരുടെ പ്രതികരണം നമുക്ക് മനസ്സിലാവും. ഈ ആശാവർക്കർമാരുടെ ഇഷ്യൂ ഇതൊക്കെ വളരെ സമരത്തിലൂടെ വളർന്നു വന്ന ഒരു സർക്കാർ, സമരത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത ഒരു സർക്കാർ. ആ സർക്കാർ ഇത്ര ദയനീയമായി സമരം ചെയ്ത ആശാവർക്കർമാർക്ക് കാണിച്ചത്, PSC റാങ്ക് ലിസ്റ്റിൽ വന്ന പോലീസ് ഓഫീസേഴ്സ് ആകേണ്ട കുട്ടികളോട് കാണിച്ചത്, 2000 പിള്ളേരെ അവരാകെ ചോദിച്ച് 1 വർഷത്തേക്കുള്ള കാലാവധി നീട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് പോലും തയ്യാറാകാത്ത സർക്കാർ. അവർ ധാർഷ്ട്യം, അഹങ്കാരം, ഇതെല്ലാം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്ന് വ്യക്തമായ അഭിപ്രായം. 2026 ജനം UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കുന്ന ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. BJP നിലമ്പൂർ ഇലക്ഷൻ ചിത്രത്തിലില്ലായിരുന്നുവെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. PV അൻവറിന്റെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്നും മാണി സി കാപ്പൻ പറഞ്ഞു.